ഹായ് എൻ്റെ പ്രിയപ്പെട്ട SSLC മക്കളെ, നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു. ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. ടൈം ടേബിൾ ചെറിയൊരു പണി കിട്ടിയ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ക്രിസ്മസ് എക്സാം കഴിയാനായിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് നിങ്ങളിതൊരു വെക്കേഷനിലേക്ക് പോകുന്ന മൂഡിൽ ഇനി പോകരുത്. കാരണം നമ്മൾ ടൈം ടേബിൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. 5 ദിവസവും കംപ്ലീറ്റ് എക്സാമാണ്. ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാത്ത രൂപത്തിൽ എക്സാമാണ്. ഇനി 1.5 മാസം മാത്രമേ നമുക്ക് എക്സാമിലേക്ക് ബാക്കിയുള്ളൂ. സോ ഈ മോഡൽ എക്സാം എൻ്റെ മക്കൾ ഫൈനൽ എക്സാം എഴുതുന്ന രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫുൾ കോൺസെപ്റ്റ് പഠിച്ച് കഴിഞ്ഞ് ഫൈനൽ എക്സാം നമ്മൾ SSLC എക്സാം എങ്ങനെയാണ് എഴുതുന്നത് ആ ഒരു രൂപത്തിൽ വേണം ഈ മോഡൽ എക്സാമിൽ നിങ്ങൾ കാണാൻ. അത് അങ്ങനെ എഴുതിയെങ്കിൽ മാത്രമേ, അങ്ങനെ പഠിച്ചെഴുതിയെങ്കിൽ മാത്രമേ ഫൈനൽ എക്സാം നമുക്ക് സിമ്പിളായി മാറുള്ളൂ. സോ മക്കളെ ശ്രദ്ധിച്ചോ, ടൈം ടേബിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് തന്നെ 2 എക്സാമുണ്ട്. രാവിലെയും ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും എന്തുണ്ട്, എക്സാം ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് 17-ാം തീയതി ചൊവ്വാഴ്ച 16, 17 17-ാം തീയതിയും രാവിലെയും ഉച്ചയ്ക്ക് ശേഷം എക്സാം ഉണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദിയുമാണ് അന്ന് എക്സാം. 2 ലാംഗ്വേജസ് എക്സാമാണ്. നെക്സ്റ്റ് 18-ാം തീയതി വെനസ്ഡേ ബുധനാഴ്ച രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും ഫിസിക്സ് കെമിസ്ട്രി ആണ് 2 എക്സാമാണ്. ആൻഡ് 19-ാം തീയതി തേഴ്സ്ഡേ SS ബയോളജി, സോഷ്യൽ സയൻസും ബയോളജിയാണ് എക്സാം. ആൻഡ് 20-ാം തീയതി ഒരൊറ്റ എക്സാം ഉള്ളൂ, അത് നമ്മുടെ എന്താണ്, മാത്സ് ആണ്. സോ മക്കളെ ഈ ഒരു രീതിയിലാണ് ടൈം ടേബിൾ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു വെക്കേഷൻ ഒരു 2 ദിവസമെങ്കിലും നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഈ എക്സാമിൻ്റെ റിലാക്സേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ട് പ്ലാനിങ്ങിലോടുകൂടി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ SSLC മക്കളാണ്, നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നമുക്ക് സിമ്പിളായി മാറണമെങ്കിൽ നമ്മൾ വർക്ക് തന്നെ വേണം. സോ മക്കളെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം റിവൈസ് ചെയ്യുക. റിവിഷൻ ഇല്ലാതെ നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്താൻ പറ്റില്ല. റിവിഷൻ എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യുന്നു, എത്രത്തോളം ഒരുപാട് പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾ മാർക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിൻ്റെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഒരുപാട് പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, താഴെ കാണുന്ന നമ്പർ വിളിച്ച് അന്വേഷിക്കാം. കൃത്യമായിട്ട് നമ്മൾ 26-ാം തീയതിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ വിളിച്ചിട്ട് ജോയിൻ ചെയ്യുക ആൻഡ് അടിപൊളിയാക്കുക. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ, എല്ലാവരും സൂപ്പറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.